ഒരു കുഞ്ഞ് എന്നുള്ളൊരു സ്വപ്നം ഇപ്പോഴും ബാക്കിയായി നിൽക്കുകയാണോ? നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ഒരു സ്വപ്നം പൂവണിയാൻ പോവുകയാണ്. നമുക്ക് ഇന്നത്തെ റീഡിങ് നോക്കാം. നിങ്ങളുടെ മൈൻഡിൽ ഒരുപാട് നാളായി നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, സ്വന്തമായിട്ടുള്ള ഒരു സ്വപ്നമാണ് ഒരു കുഞ്ഞ് എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ റീസൺ, എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ആ ഒരു സന്തോഷിക്കുന്ന ആ ഒരു നിമിഷം, ഒരു കുഞ്ഞിനെ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ആ ഒരു സന്തോഷം, ആ ഒരു സന്തോഷപരമായിട്ടുള്ള നിമിഷത്തിൽ നിങ്ങളിങ്ങനെ ഇരിക്കുക. നമുക്ക് 3 കാർഡ്സ് എടുക്കാം. എന്തുകൊണ്ടാണ് അതിങ്ങനെ വൈകുന്നത്, എന്താണ് അതിൻ്റെ റീസൺ, കാര്യങ്ങളിൽ നിന്ന് നമുക്ക് നോക്കാം. 3 കാർഡ്സാണ് എടുക്കുന്നത്. ഒന്നാമത്തെ കാർഡ് ഏസ് ഓഫ് വാൻഡ്സ് ആണ്. ഒന്നാമത്തെ കാർഡ് കിട്ടിയിരിക്കുന്നത്. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് ത്രീ ഓഫ് സ്വർഡ്സ് ആണ്. രണ്ടാമത്തെ കാർഡ് മൂന്നാമത്തെ കാർഡ്. നമുക്ക് റീഡിങ് നോക്കാം. ഒന്നാമത്തെ കാർഡ് വരുന്നത് ഏസ് ഓഫ് വാൻഡ്സ് ആണ് വരുന്നത്. ഇതിൽ പറയണത് നല്ല രീതിയിലുള്ള ഒരു വളർച്ചയോട് കൂടിയിട്ടുള്ള ഒരു പുതിയ ഒരു തുടക്കം എന്നുള്ള രീതിയിലുള്ള ഒരു കുഞ്ഞ് ജന്മമെടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരുപാട് നാളായിട്ട് ഉണ്ടായിരുന്ന ഒരു കഷ്ടപ്പാടിന് ശേഷം നിങ്ങൾക്ക് പുതിയൊരു ലൈഫിൽ പുതിയൊരു ഓപ്പർച്യൂണിറ്റി പോലെ, പുതിയൊരു ഗ്രോത്ത് പോലെ, ഒരു സക്സസ് പോലെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാണ് ഈ ഒരു കുഞ്ഞ്. ചിലരുടെ ലൈഫിൽ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കാരണം കൊണ്ട് നിങ്ങൾക്കൊരു പ്രഗ്നൻസി എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. അതെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് റിമൂവ് ആവും. ചില കാര്യങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ട് നിൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതെല്ലാം മാറി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു പുതിയൊരു തുടക്കമാണ് ഈ ഒരു ഫസ്റ്റ് കാർഡിൽ പറയുള്ളൂ. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. നല്ലൊരു രീതിയിലുള്ള ഒരു തുടക്കം ലൈഫിലേക്ക് വരികയാണ്. നല്ല ആരോഗ്യപരമായിട്ടുള്ളൊരു ജീവിതം വരികയാണ്. അതുപോലെ തന്നെ വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് കുറച്ച് മെച്യൂരിറ്റിയൊക്കെ ആവുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഫാമിലി ബോണ്ടിങ് ഉണ്ടാവുന്ന ഒരാളെ കൂടിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നല്ല ഉത്തരവാദിത്തമുള്ള, നല്ലൊരു ലവബിളായിട്ടുള്ള ഒരാളായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന ആ ഒരു പ്രതീക്ഷ കൈവിടിയരുത്, ആ ഒരു പ്രാർത്ഥന നിങ്ങൾ കൈവിടിയരുത്. നിങ്ങളുടെ പ്രതീക്ഷകൾ, നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം തുന്നിച്ചേർക്കുക. നല്ലൊരു ലൈഫ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന പോലെ ഒരു കുഞ്ഞിനെ നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ടുള്ള എല്ലാ ചാൻസസും ഉണ്ട്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി, നല്ലൊരു തുടക്കമാണ് ഈ ഒരു കാർഡിൽ പറയുന്നത്. നമുക്ക് രണ്ടാമത്തെ കാർഡ് നോക്കാം. രണ്ടാമത്തെ കാർഡ് എന്ന് പറഞ്ഞാൽ ത്രീ ഓഫ് വാൻഡ്സ് ആണ്. ചിലർക്ക് കഠിനമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് ആശങ്കകൾ നിറഞ്ഞ മനസ്സിലുണ്ടായിരിക്കാം. നിങ്ങൾ കുത്തുവാക്കുകൾ കൊണ്ട് ഭയങ്കര മുറിപ്പെട്ടിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ കുട്ടികളുടെ ആരോഗ്യപരമായിട്ട് നിങ്ങൾ ഭയങ്കര മാനസികമായിട്ട് ഡൗൺ ആയിരിക്കാം, മാതാപിതാക്കൾ. അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവുന്നതിനെ കുറിച്ചുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഹൃദയം തകർന്ന് ഇനിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കൂടെ ആയിരിക്കും നിങ്ങൾ പോകുന്നുണ്ടാവുക. ഇത് നല്ല സമ്മർദ്ദവും ആശങ്കയും ഭയങ്കര അധികമുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നിങ്ങളിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പല തെറ്റായിട്ടുള്ള ഡിസിഷനിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് പലരുടെയും ലൈഫിൽ ഡിവോഴ്സ് വരെ എത്തുന്ന, ഒരു ഡിപ്രഷനിലേക്കൊക്കെ കടന്ന് ഒരു ഡിവോഴ്സിൻ്റെ വക്കിലൊക്കെ എത്തി നിൽക്കുന്ന പല സാഹചര്യങ്ങളും പലരുടെയും ലൈഫിലുണ്ട്. പക്ഷേ നിങ്ങൾ ഒരൊറ്റ കാര്യം ആലോചിക്കണം. ഇത് ഈ ഒരു മുറിഞ്ഞിടുന്നത് തന്നെ നിങ്ങൾക്ക് ഉയർന്നെഴുന്നേൽക്കാനുള്ള ചാൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ കാര്യങ്ങളൊന്നും എടുക്കരുത്. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് നിങ്ങൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്, ഒരുപാട് കരഞ്ഞിട്ട് സങ്കടപ്പെട്ടിട്ടൊക്കെയാണ്. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു ഹാപ്പി ലൈഫ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോവുകയാണ്. നിങ്ങൾക്ക് നല്ല സക്സസ് ചെയ്യുന്ന ഒരു ജീവിതം വരാൻ പോവുകയാണ്. അതിന് ഏറ്റവും ഉദാഹരണമാണ് ഈ ഒരു മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യത്തെ കാർഡിൽ പറഞ്ഞു കുറച്ച് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് സക്സസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. രണ്ടാമത് നിങ്ങൾ തീവ്രമായിട്ടുള്ള ഒരു വേദനയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വേദനയൊക്കെ മറികടന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ജീവിതം എടുക്കാനായിട്ട് പറ്റും. തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾ പലരും തീരുമാനിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ദൈവനിശ്ചയമാണ്. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ ഹാർഡ് വർക്ക്, നിങ്ങളുടെ ആ ഒരു പ്രയത്നം, ഇതെല്ലാം സ്ഥിരമായിട്ട്, അതായത് ഒരു പുതിയ
സ്ഥിരതയോടുള്ളൊരു വളർച്ചയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കാണുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരും വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. നല്ലൊരു പരിചരണം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, നല്ലൊരു ശ്രദ്ധ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, പലതരത്തിലുള്ള മിസ്റ്റേക്ക് കാര്യങ്ങൾ ലൈഫിൽ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ മിസ്സായി പോയ പല കാര്യങ്ങളും പലരുടെയും ലൈഫിലുണ്ടായിരിക്കാം. മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്തം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അതായത് നിങ്ങൾ മാതാപിതാക്കൾ കേട്ടോ, നിങ്ങൾ കേൾക്കുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്, അതാണ് ഉദ്ദേശിക്കുന്ന മാതാപിതാക്കൾ, നിങ്ങളുടെ മാതാപിതാക്കൾക്കല്ല. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്തക്കുറവും ആ ഒരു അശ്രദ്ധ കാരണം കൊണ്ടൊക്കെ പലതും പല നെഗറ്റിവിറ്റിയും സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇനി അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അതിൽ നിന്നെല്ലാം ഒരു ഉത്തരവാദിത്തം പഠിച്ചിട്ടുണ്ട്, നല്ലൊരു തുടക്കം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല വേഗത്തിലുള്ള സ്ഥിരതയും സുരക്ഷിതത്വമൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോവുകയാണ്. കാര്യങ്ങളൊക്കെ മാറി മറിയാണ്. നിങ്ങളുടെ ഹൃദയവേദന, നിങ്ങളെ വിഷമിപ്പിച്ചവരും പുഷിച്ചവരൊക്കെ അവർ മാറി നിൽക്കാൻ പോകണം നിങ്ങളുടെ ലൈഫിൽ നിന്ന്. ഉചിതമായിട്ടുള്ളൊരു തുടക്കത്തിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കേട്ടിട്ടുള്ള എല്ലാ വിഷമങ്ങളും, നിങ്ങളുടെ ലൈഫിൽ നിന്ന് കിട്ടിയേക്കുന്ന എല്ലാ പാഠങ്ങളും വെച്ച് നിങ്ങൾ പഠിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഒരുപാട് തെറ്റ് പറ്റിയിട്ടുണ്ട്, പല മിസ്റ്റേക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം മാറി നല്ലൊരു ലൈഫ്, നല്ലൊരു പുതുജീവൻ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ സ്വീകരിക്കാൻ നിങ്ങൾ റെഡിയാവുക, നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളിലേക്ക് സക്സസ് ആയിട്ട് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇത് എല്ലാവർക്കും കണക്റ്റ് ആവണമെന്നില്ല, ചിലർക്കൊക്കെ കണക്റ്റ് ആവുന്നവർ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.